മലയാള സിനിമയിലെ രണ്ട് അതികായന്മാർ. ഒരാൾ ചിരിയുടെ ചക്രവർത്തിയെങ്കിൽ മറ്റൊരാൾ നിലപാടുകളുടെ രാജ്ഞി. മല്ലിക സുകുമാരനും ജഗതി ശ്രീകുമാറും തമ്മിലുണ്ടായിരുന്ന ആ ഹ്രസ്വകാല ദാമ്പത്യം ഇന്നും ആരാധകർക്കിടയിൽ ഒരു സമസ്യയാണ്. പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത ആ തീരുമാനം എങ്ങനെയാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് വർഷങ്ങൾക്കിപ്പുറം മല്ലിക സുകുമാരൻ തുറന്നു പറയുകയാണ്. ഒരു അഭിമുഖത്തിലാണ് താരം തൻ്റെ കൈപ്പേറിയ ആ അനുഭവങ്ങൾ പങ്കുവച്ചത്. കോളേജ് പഠനകാലത്തെ ആവേശകരമായ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ഇരുവരും വിവാഹിതരായത്. പക്ഷേ ആ തീരുമാനത്തിന് മല്ലിക നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. 5 വർഷക്കാലം അച്ഛനെയും അമ്മയെയും കാണാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ജഗതിക്ക് അന്ന് സ്ഥിരമായ ജോലിയില്ലാതിരുന്നതും കുടുംബത്തിലെ പരിമിതികളും ജീവിതം ഏറെ പ്രയാസകരമാക്കി. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആ കാലയളവിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന തരി സ്വർണം പോലും വിൽക്കേണ്ടി വന്നതായി മല്ലിക ഓർക്കുന്നു. ദാരിദ്ര്യം ജഗതിയിൽ വലിയ ഈഗോ വളർത്തിയെന്ന് മല്ലിക വെളിപ്പെടുത്തുന്നു. തൻ്റെ സ്വർണം വിൽക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. പിന്നീട് ഉത്തരായനം എന്ന സിനിമയിൽ മല്ലികയ്ക്ക് അവസരം ലഭിച്ചതോടെ അവർ മദ്രാസിലേക്ക് താമസം മാറി. എന്നാൽ അവിടെ വെച്ച് കാര്യങ്ങൾ ആകെ മാറിമറിയുകയായിരുന്നു. ജഗതി സിനിമയിൽ സജീവമാകുകയും വലിയ തിരക്കുള്ള നടനായി മാറുകയും ചെയ്തതോടെ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ അമിതമായ ഇടപെടലുകൾ തങ്ങൾക്കിടയിൽ വലിയ അകൽച്ചയുണ്ടാക്കിയതായി മല്ലിക തന്നെ പറയുന്നു. തിരക്കുകൾ വർദ്ധിച്ചതോടെ ജഗതിയുടെ ജീവിതം തന്നെ മാറി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തം വീട്ടിൽ പോയി നിൽക്കും. മദ്രാസിലെ വീട്ടിൽ ഒരു ജോലിക്കാരിക്കൊപ്പം ഒറ്റയ്ക്കായ ആ ദിവസങ്ങൾ മല്ലിക ഇന്നും വേദനയോടെ ഓർത്തെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞെങ്കിലും അത് ചോദിക്കാൻ താൻ പോയില്ലെന്നും താരം പറയുന്നു. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് ആ ബന്ധം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. പക്വതയില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച ആ കയപ്പേറിയ അനുഭവങ്ങളെ പക്വതയോടെ നേരിട്ട് പിന്നീട് മലയാള സിനിമയുടെ തന്നെ കരുത്തായ മല്ലിക സുകുമാരൻ്റെ കഥ ഏവർക്കും ഒരു പാഠമാണ്. ഇതുപോലെ ജീവിതഗന്ധിയായ ഒരുപാട് കഥകൾ നമ്മുടെ മലയാള സിനിമയിലും അരങ്ങത്തും അണിയറയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണേ.